അയാൾ ഉടൻ തന്നെ മാൽക്കമിനോട് യുദ്ധപ്രഖ്യാപനം നടത്തി. തുടർന്ന് ശക്തരായ 2 രാജാക്കന്മാരും തമ്മിൽ ഉഗ്രപോരാട്ടം നടന്നു. സ്കോട്ട്ലൻഡ് സൈന്യം മഹാധീരനായ മാൽക്കമിൻ്റെ നേതൃത്വത്തിൽ വില്യവുമായി ഏറ്റുമുട്ടി അദ്ദേഹത്തെ പരാജയപ്പെടുത്തി. വില്യം പിന്നീട് 2 തവണ കൂടി മാൽക്കമിനെതിരെ യുദ്ധത്തിന് പുറപ്പെട്ടെങ്കിലും പരാജയപ്പെട്ടു. ഒടുവിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ സമാധാന ഉടമ്പടി ഉണ്ടാക്കി. അങ്ങനെ താൽക്കാലികമായി യുദ്ധം അവസാനിച്ചു. കൊട്ടാരത്തിൽ ഒരു പൂത്തുമ്പിയെ പോലെ പാറിക്കളിച്ചിരുന്ന യുവതിയായ മാർഗരറ്റിനെ അപ്പോഴാണ് മാൽക്കം ശ്രദ്ധിക്കുന്നത്. അവൾ സൗന്ദര്യത്തിലും ഭക്തിയിലും ഏറെ മുന്നിലായിരുന്നു. മാൽക്കം യുദ്ധത്തിനു വേണ്ടി പുറത്തു പോയപ്പോഴെല്ലാം മാർഗരറ്റിൻ്റെ നേതൃത്വത്തിൽ ജനങ്ങൾ കൊട്ടാരം ചാപ്പലിലിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. തൻ്റെ വിജയത്തിനെല്ലാം പിന്നിൽ പ്രവർത്തിച്ചത് മാർഗരറ്റാണെന്ന ചിന്തയാണ് മാൽക്കമിനെ അവളിലേക്ക് തിരിച്ചത്. എന്നാൽ തൻ്റെ ഹൃദയാഭിലാഷം അവളോട് പറയാൻ അയാൾക്ക് ധൈര്യമുണ്ടായില്ല. അത് അവൾ എങ്ങനെ സ്വീകരിക്കുമെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ആശങ്ക. അതുകൊണ്ട് അവളുടെ സഹോദരനായ എഡ്ഗാറിനോട് രാജാവ് ഇക്കാര്യം രഹസ്യമായി ചോദിച്ചു. മാർഗരറ്റിന് സന്യാസ ജീവിതത്തിലാണ് താല്പര്യമെന്ന കാര്യം അയാൾ വ്യക്തമാക്കി. എങ്കിലും ദൈവഹിതം തേടി പ്രാർത്ഥിച്ച ശേഷമേ അവൾ തീരുമാനം ഉറപ്പിക്കുകയുള്ളൂവെന്നും എഡ്ഗാർ കൂട്ടിച്ചേർത്തു. ഇക്കാര്യങ്ങളെല്ലാം എഡ്ഗാറിൽ നിന്നറിഞ്ഞ മാർഗരറ്റ് ദൈവേഷ്ടമെന്തെന്ന് തിരിച്ചറിയാൻ പ്രാർത്ഥന തുടങ്ങി. ചില ആത്മീയോപദേഷ്ടാക്കളുടെ ഉപദേശങ്ങളും അവൾ ആരാഞ്ഞു. അങ്ങനെ വിവാഹ ജീവിതമാണ് തൻ്റെ ശരിയായ ദൈവവിളിയെന്ന് അവൾക്ക് ബോധ്യപ്പെട്ടു. അങ്ങനെ 1070 മാർഗരറ്റ് മാൽക്കമിൻ്റെ ഭാര്യയായി. അഹങ്കാരിയും ആഡംബരപ്രിയനും മുൻകോപിയുമൊക്കെ ആയിരുന്ന മാൽക്കമിൻ്റെ ഹൃദയത്തെ മഞ്ഞുപോലെ ഉരുക്കിയെടുക്കാൻ മാർഗരറ്റിന് കഴിഞ്ഞു. അവളുടെ പ്രാർത്ഥനാ ജീവിതവും വിശുദ്ധ കുർബാനയിലുള്ള ഭക്തിയും സാധുക്കളോടുള്ള അനുകമ്പയുമൊക്കെ രാജാവിൻ്റെ ഹൃദയത്തെ പരിവർത്തനപ്പെടുത്തി. അതിൽ നിന്നാണ് പിന്നീട് അദ്ദേഹത്തിൻ്റെ ഭരണക്രമം പോലും രൂപപ്പെട്ടത്. രാജ്യഭരണത്തിൽ മാർഗരറ്റിൻ്റെ ഇടപെടലുകൾ വളരെ താല്പര്യത്തോടെ രാജാവ് സ്വീകരിച്ചു. നീതിനിഷ്ഠനായ ഭരണാധികാരിയെന്ന് മാൽക്കമിനെക്കുറിച്ച് മറ്റു രാജാക്കന്മാർ പറയുന്നതിന് വഴിയൊരുക്കിയത് മാർഗരറ്റിൻ്റെ ഈ പിന്നണി പ്രവർത്തനങ്ങളും തീഷ്ണ പ്രാർത്ഥനയുമായിരുന്നു. ആ ദാമ്പത്യവല്യരയിൽ 6 മക്കളെ നൽകി ദൈവം അനുഗ്രഹിച്ചു. അവരിൽ എഡ്ഗാർ, അലക്സാണ്ടർ, ദാവീദ് എന്നിവർ സ്കോട്ട്ലൻഡിലെ ഭരണതലത്തിലുമെത്തി. അമ്മയുടെ ആത്മീയ ചൈതന്യവും പ്രാർത്ഥനാ തീഷ്ണതയുമായിരുന്നു അവരെ നന്മയുടെ പാതയിലേക്ക് നടത്തിയത്. ജനങ്ങളുടെ ഐശ്വര്യസമൃദ്ധമായ ജീവിതവും ആത്മീയോത്കർഷവും അവർ ലക്ഷ്യമാക്കി. ഇംഗ്ലണ്ടിലെ രാജാവായ ഹെൻറി 1 ഭാര്യാപദം അലങ്കരിച്ച മെറ്റിൽഡ മാർഗരറ്റിൻ്റെ ഒരു പുത്രിയാണ്. മറ്റൊരു മകൾ മേരി ബൊളോത്തയിലെ എവുസ്റ്റിക് പ്രഭുവിൻ്റെ ഭാര്യയായി. ജനങ്ങളുടെ ഭൗതിക ജീവിതം സമ്പന്നമാക്കുന്നതോടൊപ്പം അവരെ ദൈവഭക്തിയിലേക്ക് നയിക്കുവാൻ വേണ്ടുന്നതെല്ലാം സ്കോട്ട്ലൻഡിൽ നടപ്പാക്കുവാൻ അമ്മ തൻ്റെ മക്കളെ ഓർപ്പിക്കുമായിരുന്നു. സന്യാസ ദൈവവിളികളെ പ്രോത്സാഹിപ്പിക്കാൻ വിശുദ്ധ ജീവിതം നയിക്കുന്ന ധാരാളം വൈദികരെയും സന്യാസിനികളെയും നാട്ടിലേക്ക് കൊണ്ടുവന്നു. പള്ളികൾ സജീവമായി. വിശ്വാസികൾ ധാരാളമായി ദൈനംദിന ബലികളിൽ പങ്കെടുക്കുവാൻ മുന്നോട്ട് വന്നു. കുട്ടികൾക്കിടയിൽ മതബോധന ക്ലാസുകൾ നിർബന്ധമാക്കി. രാജ്യത്തെ അനാഥരെയും വിധവകളെയും സംരക്ഷിക്കാനുള്ള നിയമങ്ങൾ നിർമ്മിച്ചു. അവർക്ക് വേണ്ടുന്ന പരിഗണനയും സുരക്ഷിതത്വവും നൽകി.